നമ്മുടെ കേരളത്തിന് കിട്ടിയ സബ്യസാചി. ഷാദുൽ, വെൽക്കം ടു ദ ഷോ സ്റ്റൈൽ ടോക്സ് വിത്ത് സ്റ്റൈലവേര. സാരിയാണോ ലെഹങ്കയാണോ ഷാദുലിന് ഏറ്റവും ഇഷ്ടം? സാരി. ഒരു ബ്രൈഡ് ഒരുങ്ങി വരിക എന്ന് പറയുമ്പോൾ വേറെ തന്നെ രസം സാരിയിൽ. സ്റ്റൈലിംഗ് ആണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതുവരെ ഷാദുൽ ചെയ്തിരിക്കുന്നതിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കട്ടപ്പനയിൽ ഒരു വെഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 lakh ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ട് ഒറ്റ ഒരു ഔട്ട്ഫിറ്റിന് മാത്രം. ഇപ്പം എന്ന് പറയുമ്പോൾ പഴയ പോലെ അല്ല, വെഡിങ് ഇപ്പോൾ ഒരു സിനിമ പോലെയായി മാറിയേക്കാം. നടാഷയുടെ വെഡിങ് പേർപ്പിൾ നിറത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു ആ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. സ്ട്രഗ്ലിങ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ചിട്ട് ഞാനൊരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പോൾ അതിൽ നിന്ന് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ചിന്തിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ വെല്ല ബാക്ക് അടിച്ചൊരു ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും. ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ സാരി വർക്ക് ചേട്ടനെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ ഫസ്റ്റ് ടൈമാണ് ആ കമൻറ്റ് കാണുന്നത്. ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല അത്. ഒരു ഐക്കോണിക് ഔട്ട്ഫിറ്റിൻ്റെ പുറകിൽ എപ്പോഴും ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടാവും. സോ ടുഡേ നമ്മുടെ കൂടെയുള്ളത് ഷാദുൽ ആഷിഖാണ്. ഷാദുൽ ഫാഷൻ ഡിസൈനറാണ്, ഒരു ഇൻഫ്ലുവൻസറാണ്, അല്ലേ, അങ്ങനെയൊക്കെ പറയാമല്ലേ, ഒരു ഓൺടർപ്രണറാണ്. ഷാദുൽ, വെൽക്കം ടു ദ ഷോ സ്റ്റൈൽ ടോക്സ് വിത്ത് സ്റ്റൈലവേര. ഓക്കെ, താങ്ക് യു. ഷാദുലിനെ ഞാൻ ദ വെരി ഫസ്റ്റ് ടൈം ഞാൻ ഷാദുലിനെ നോട്ട് ചെയ്യുന്നത് റീല് കണ്ടിട്ടാണ്. ഓക്കെ. ഒരു പയ്യൻ ഇരുന്ന് വരച്ച് വളരെ ഹാപ്പിയായി ആളുടെ ഒരു ബിഗിനിങ് തൊട്ട് ആ ക്രിയേറ്റിവിറ്റിയുടെ ആ ഒരു ബിഗിനിങ് തൊട്ട് ഒരു എൻഡ് വരെയുള്ള പ്രോസസ്സ് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരാൾ. ഞാൻ അങ്ങനെയാണ് ഷാദുലിനെ വെരി ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്തത്. ആ ഒരു ഹാപ്പി ജേണിയാണ് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എങ്ങനെ പോകുന്നു ഇപ്പം ലൈഫ്, എങ്ങനെ പോകുന്നു ഈ ഒരു അടിപൊളിയായിട്ട് പോകുന്നു. ഹാപ്പിയാണ്. എങ്ങനെ പോകുന്നു ആ ഒരു ഡിസൈനിങ് ഒരു സ്റ്റാർട്ടിങ് ടൈം തൊട്ട് ഇപ്പോൾ വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രോസസ്സും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ബിഗിനിങ് തൊട്ട് ഇവിടെ വരെ പറയാനെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും അത്? ഓക്കെ, ആക്ച്വലി ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അത്യാവശ്യം ഡ്രോ ചെയ്യും. ചെറുപ്പം തൊട്ടേ ഡ്രോ ഒക്കെ ചെയ്യും. പിന്നെ എനിക്ക് ഈ പഴയ ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ചെറുപ്പത്തിലേക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. അതായത് നമ്മൾ പഴയ ജീൻസ് അങ്ങനത്തെ സ്ക്രാച്ചും പരിപാടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് പിന്നെ ഇതിലേക്ക് എത്തിയത്. ഫസ്റ്റ് അതായത് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഫസ്റ്റ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എനിക്കൊരു അതായത് നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉള്ള ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ആത്മീയരാജൻ, ആക്ട്രസ് ആത്മീയരാജൻ്റെ വെഡിങ് ഔട്ട്ഫിറ്റാണ്. അതാണ് ചെയ്തതിൽ ആദ്യം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏറ്റവും നല്ലൊരു ഇതിൽ എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റിയ സംഭവം അതായത് അത് 2019-20 തോന്നണം, ആത്മീയരാജൻ്റെ വെഡിങ്ങിന്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫിലിം കോസ്റ്റ്യൂം ഡിസൈനർ റാഫി പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ വഴിയായിരുന്നു എനിക്ക് ആ ഒരു വർക്ക് വരുന്നത്. അപ്പം എന്നോട് ഞാൻ പഠിച്ചിറങ്ങിയ ആ ഒരു സമയമാണ്. അപ്പം എന്നോട് ചോദിച്ചു തനിക്ക് ചെയ്യാൻ പറ്റുമോ. ആ ഒരു പഠിച്ചിറങ്ങിയ ആൾ ആ ഒരു വിശ്വസിച്ചിട്ട് ആ ഒരു വർക്ക് തരാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യമാണത്. അപ്പം എന്നെ വിശ്വസിച്ച്, അതായത് അത്രയും വലിയൊരു സെലിബ്രിറ്റി, ആ ടൈമിൽ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ വെഡ്ഡിങ്ങിൽ വേറെ ഒരു ബുട്ടിക്കിലേക്കോ വേറെ ഒരു സ്റ്റൈലിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാതെ എന്നെ വന്ന് തനിക്ക് ചെയ്യാൻ പറ്റും, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് റാഫി ഫസ്റ്റ് ആ വർക്ക് തരുമായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിരുന്നു. കാരണം നോർമലി ഒരു ഹിന്ദു ബ്രൈഡ് എന്ന് പറയുമ്പം നമ്മൾ റെഡിമെയ്ഡ് കാഞ്ചീപുരം സാരി അങ്ങനെയല്ലേ ആ ഒരു സമയം 2019 എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ടൈപ്പ് തന്നെയാണ്. അതായത് ആരും ഒരു ഡിസൈനർ സാരി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആരും എടുക്കത്തില്ല, കാരണം ഒരു ട്രഡീഷണൽ ആണല്ലോ അത്. അപ്പം അതിൽ നിന്ന് മാറിയിട്ടായിരുന്നു ഒരു സ്ക്രാച്ച് ചെയ്തിട്ടൊരു ഔട്ട്ഫിറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. പുള്ളിക്കാരത്തിക്ക് മൈൻഡിലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ പഴയ ദേവി സീരിയലിലൊക്കെ ഉള്ളതുപോലെ ദ്രൗപദി ഫീലില്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പാർവതി അങ്ങനെ ഒരു ഹെയർ ലൂസ് ഹെയർ സ്റ്റൈലിംഗ് ചെയ്തിട്ടുള്ള ലുക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ സ്റ്റൈൽ ചെയ്തെടുക്കണമെന്ന് പുള്ളിക്കാർക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞത് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പിന്നെ ഫുൾ സ്റ്റഡി ആയിരുന്നു. അതായത് പഴയ സീരിയലൊക്കെ, അതായത് ഹിന്ദി സീരിയലൊക്കെ എടുത്ത് വാച്ച് ചെയ്യും. പഴയ ആ ഒരു ബ്രഹ്മാണ്ഡ സീരിയലും സിനിമയെല്ലാം വാച്ച് ചെയ്ത് അതിൽ നിന്ന് കുറേ കളർ കോമ്പിനേഷനൊക്കെ അത്യാവശ്യം കിട്ടി. അപ്പോൾ റെഡും വൈറ്റും ആ ഒരു കോമ്പിനേഷനിലാണ് അത് ചെയ്തത്. അത് നോർമൽ, അതായത് ഒരു സിൽക്ക് ഫാബ്രിക് എടുത്ത് ബോർഡറിൽ വെൽവെറ്റ് ഹൈലൈറ്റ് ചെയ്ത്, ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത്, ബ്ലൗസും വെൽവെറ്റ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പക്ഷെ ഭയങ്കര ഹിറ്റായി. അത് മൊത്തം ആ സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ മൊത്തത്തിൽ ഭയങ്കര കവർ ചെയ്തു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര അതൊരു ഹൈപ്പ് കിട്ടിയായിരുന്നു. അങ്ങനെയാണ് ഒരു കം ടു ഇതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെ സീരിയസ് ആയിട്ട് പിന്നെ നോക്കി ഇതിലേക്ക് വന്നതെന്ന് തോന്നുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് ഇപ്പം റീസെൻ്റ്ലി നടാഷയുടെ വെഡിങ്
യെസ്. അതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പേർപ്പിൾ നിറത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു ആ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അത് ഭയങ്കര അധികം ആൾക്കാർ ഒരുപാട് നന്നായിട്ട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു. കാരണം അതും ഒരു വെറൈറ്റി ആയിരുന്നു. കാരണം നോർമലി എല്ലാവരും റെഡ് അങ്ങനെയൊക്കെ അല്ലേ, പർപ്പിൾ കളർ എന്ന് പറയുമ്പോൾ ആരും ഒരു ഹിന്ദു വെഡിങ്ങിന് യൂസ് ചെയ്യാത്തൊരു കളറാണ്. അപ്പോൾ ആ ഒരു പേർപ്പിൾ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു കളർ ചെയ്യാൻ പറ്റി. പിന്നെ അത് ആൾക്കും ഓക്കെ ആയി അങ്ങനെയൊക്കെ. ഇതിൻ്റെ മുമ്പ്, അതായത് നത്താശയുടെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഹിറ്റായതെന്ന് പറയുന്നത് എനിക്കൊരു 6 months മുന്നേ അനുഷ്ക ജയരാജ് 2021 മിസ് കേരളയായിരുന്നു. പുള്ളിക്കാരിയുടെ ഔട്ട്ഫിറ്റ് ഭയങ്കര, അതായത് കാഞ്ചീപുരം സാരിയാണ്, അത് ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം അത് ഡിഫറെൻ്റ് ആയെന്ന് പറയുമ്പോൾ നോർമലി എല്ലാവരും കാഞ്ചീപുരം സാരിയിൽ ഇപ്പോൾ ബോർഡർ ഹാൻഡ് വർക്ക് ഭയങ്കര സംഭവമാണല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഡയറക്റ്റ് കൊടുക്കാതെ ഒരു സെപ്പറേറ്റ് ഒരു ഫാബ്രിക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. കാരണം വർക്കിന് കുറച്ചും കൂടി ഒന്ന് പ്രൊജക്ഷൻ കൊടുക്കുക. പക്ഷെ അത് ഭയങ്കര, അതായത് ഇന്നത്തെ പിള്ളേർക്കായാലും ഇപ്പോൾ കുറേ ബുട്ടിക്സ് ആയാലും കുറേ ആൾക്കാർ അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഡയറക്റ്റ് അത് സെപ്പറേറ്റ് ഒരു ബോർഡർ കൊടുക്കുക എന്ന് പറയുന്നത് ആരും മൈൻഡിൽ വരും. അത് ഇത്രയും നല്ലൊരു കാഞ്ചീപുരം സാരിൻ്റെ മേലെ അത് ഭയങ്കര ആ ഒരു ചീപ്പ് പരിപാടി എന്നുള്ളത് ചിന്തിക്കും. പക്ഷെ ഞാനൊരു വർക്കിനെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യും. പിന്നെ അതെല്ലാവരും അത് ചെയ്യാൻ തുടങ്ങി. പല പല വലിയ വലിയ ഡിസൈനേഴ്സ് ആയാലും അത്യാവശ്യം നല്ല ടൈം എടുക്കുമല്ലോ. അതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഒരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വെഡിങ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് എത്ര നാൾ മുന്നേ ആയിരിക്കും നിങ്ങളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുക? 3 months മുന്നേ, കറക്റ്റ് 3 months മുന്നേ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബുക്കിംഗ് ഒക്കെ പ്രീ ബുക്കിംഗ് ആയിട്ട് എടുത്തു വെക്കും. ഒരു 6 മാസം മുന്നേ ഒക്കെ പ്രീ ബുക്ക് ചെയ്ത് വെക്കും. പക്ഷേ കറക്റ്റ് പ്രോപ്പർ ഡിസ്കഷനും ഒരാളെ ലുക്കൊക്കെ അനുസരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 months എന്തായാലും എടുക്കും. ആ ഒരു 3 month ജേണി ഇപ്പം മേ ബി ട്രാവൽ ചെയ്യുന്നുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് അല്ലേ, കുറേ ഇൻസ്പിറേഷൻ സാധനങ്ങൾ നമുക്ക് റെഫറൻസസ് ഒരുപാട് കിട്ടും. ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഒക്കെ വരാൻ നിൽക്കുമ്പോൾ ഇത്രയധികം ബ്രൈഡ്സ് ഷാദുലിനെ അടുത്തേക്ക് വരുന്നതാണ്. എൻ്റെ സ്പെഷ്യൽ ഡേയിൽ എനിക്കൊരു ഔട്ട്ഫിറ്റ് ഇങ്ങനെ ചെയ്ത് തരണം തരും. എവിടെയെങ്കിലും ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് എന്തായാലും വരുമല്ലോ, റിപ്പീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ഫിറ്റ്സ്. എങ്ങനെയാണ് ആ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വരുമ്പം എന്ത് ചിന്തിച്ചാണ് പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ മൈൻഡിലേക്ക് വരിക? ഇപ്പോൾ ഒരു ബ്രൈഡ് ഫസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് അവരുടെ ഫോട്ടോ ചോദിക്കുക. അവരുടെ ഒരു ഫുൾ സൈസ് ഫോട്ടോ, കറക്റ്റ് ഫിൽറ്ററൊന്നും ഇല്ലാതെ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു ഐഡിയ കിട്ടും അവർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളൊരു, അവരുടെ ഫേസ് കാണുമ്പോഴാണ്, ബോഡി ഫിഗർ കാണുമ്പോൾ എനിക്ക് എന്ത് കൊടുക്കണം എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് ഞാൻ കുറച്ച് റെഫർ ചെയ്താലും അല്ലെങ്കിൽ അവർക്ക് ചേരുന്ന എങ്ങനത്തെ പാറ്റേൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കി മൈൻഡ് ചെയ്ത് ജസ്റ്റ് ഡ്രോ ചെയ്ത് നോക്കും. ഓക്കെ ആയിട്ടാകുമ്പം അവർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, അവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഡിസ്കഷൻ ചെയ്ത് അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. കളറൊക്കെ കളർ അവരുടെ ബോഡി ടോൺ അനുസരിച്ചിട്ടും എല്ലാം അനുസരിച്ചിട്ടായിരിക്കും കളർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഇപ്പം വരയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ടേ വരയ്ക്കുന്ന ആളാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെയാണോ ശരിക്കും ഇതിലേക്ക് വന്നത്? അതെ അതെ അതെ, വരയ്ക്കാനുള്ളൊരു കഴിവുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഈ വർക്ക് എക്സ്പീരിയൻസ് മേഖലയിലൊക്കെ നമ്മൾ ഈ ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ സംഭവങ്ങൾ അതിലൊക്കെ എല്ലാത്തിലും ഉണ്ടാവും. സ്റ്റേറ്റ് വരെ അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഓൺ ഡ്രസ് തന്നെ ഞാൻ എന്തെങ്കിലും ആക്കിയിട്ട് പാച്ചൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് അതിലേക്ക് ഭയങ്കര ഇഷ്ടം വന്നു. നമ്മൾ കണ്ണൂരുകാരാണ്, അപ്പം നമ്മൾ കണ്ണൂരത്തെ ഫാഷനുകാർ പറയണ്ട, എല്ലാം നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഷാദുൽ വെയർ ചെയ്യുന്ന ഡിസൈൻസിനും ആൾക്കാർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഷാദുൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ താഴെയും ഷാദുലിൻ്റെ ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ട് ആൾക്കാർ പറയും. ഐ തിങ്ക് ഇതും ഷാദുൽ ഡിസൈൻ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. നന്നായിട്ടുണ്ട്. അത് ഞാൻ വരുമ്പോൾ ഞാനിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു ഷാദുൽ എന്തായിരിക്കും വെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം. ഷാദുൽ എങ്ങനെയാണ്, ഷാദുലിൻ്റെ ഓൺ ഡിസൈൻസ് എങ്ങനെയാണ്? അത് എങ്ങനത്തെ ഇൻസ്പിറേഷനൊക്കെ ഉണ്ടോ? ആരെങ്കിലും ഒക്കെ ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ ആയിട്ടില്ല. ഞാൻ ഇതുപോലെ തന്നെ എന്തെങ്കിലും പുതിയതായിട്ട് വരുന്നത് ഇങ്ങനെ നമ്മൾ ഈ പിൻട്രസ്റ്റിലായാലും ഇൻസ്റ്റയിലായാലും കാണുന്നത് കുറച്ചൊന്ന് സേവ് ചെയ്ത് വെക്കും. പിന്നെ അതിന് തന്നെ എനിക്ക് ചേരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഫാബ്രിക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ നോർമലി ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പം ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. നമ്മളിങ്ങനെ ഫാബ്രിക് ആദ്യം എനിക്ക് കൊള്ളാമല്ലോ, എനിക്ക് ചെയ്താൽ കൊള്ളായിരിക്കും, അതൊന്ന് ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ ഈ ഫാബ്രിക് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് മെൻസിന് പോവോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഞാനത് രണ്ടും കൽപ്പിച്ചങ്ങ് എടുക്കും. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ഹിറ്റ് ആവും. എനിക്കത് മോസ്റ്റ്ലി ഡൈയിങ് ഓപ്ഷൻ ആണെന്ന് തോന്നുന്നില്ല ഷാദുൽ തിരഞ്ഞെടുക്കുന്നത്. ബ്രൈഡ്സിന്റെ മൊത്തം ഡൈയിങ് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അത് ശരിക്കും ആക്ച്വലി കുറച്ചും കൂടെ എക്സ്പെൻസീവ് പരിപാടിയല്ലേ? ഇല്ല, എക്സ്പെൻസീവ് അല്ല, കുറച്ച് റിസ്ക് ആണത്. അതായത് വെച്ചാൽ ഡൈയിങ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ലാസ്റ്റ് ചെയ്യാത്ത സംഭവം. ഇച്ചിരി വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അത് ഇത്ര ഡൈയിങ് പേസ്റ്റൽ കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡാർക്ക് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു വെള്ളം തട്ടിയാൽ പോലും ഫെയ്ഡായി പോകും. പക്ഷേ ആ റിസ്ക് വെച്ചിട്ട് നമ്മൾ, കാരണം അവരുടെ ആ ഒരു ഉദ്ദേശിച്ച കളറായാലും നമ്മൾ ഉദ്ദേശിച്ച മൈൻഡിലുള്ള കളറായാലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഡൈയിങ് തന്നെ വേണം. അല്ലെങ്കിൽ നമ്മളൊരു റെഡി ഫാബ്രിക്കിൽ ഒരിക്കലും നമുക്ക് ആ ഉദ്ദേശിച്ച കളർ കിട്ടത്തില്ല.
ഇങ്ങനെ ഡൈയിങ്ങിൽ മാത്രമല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ ഡൈയിങ് എടുക്കുന്നത്. പക്ഷെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. അത് നമുക്ക് ഭയങ്കര സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതെ അതെ അതെ. വെള്ളം തട്ടാൻ അപ്പൊ പറ്റത്തില്ല. ഇങ്ങനെ ഡൈങ് ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞ ഇത്രയും നമ്മൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്, ഇത് എത്ര നമുക്ക് ലാസ്റ്റ് ചെയ്യണമല്ലോ ഈ സാധനം. ഇത് എങ്ങനെ ഇതിനെ സെക്യൂർ ആക്കി വെക്കും? ഈ ഡൈങ് ഈ പറഞ്ഞ സെറ്റിംഗ് വന്നാൽ ഇതിനൊരു ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ ശരിക്കും ക്ലയൻസ് എങ്ങനെയാണ് ഇത് ലാസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഷാദിൽ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുമല്ലോ? നമുക്ക് കൂടുതൽ ഇങ്ങനെ വെള്ളം തട്ടാതിരിക്കുക അതന്നെ മാക്സിമം. നമ്മളിപ്പോൾ എന്താ പറയുക, കൂടുതൽ ഈ ചെറിയ വെള്ളം അങ്ങനെയല്ല, ഈ ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ മഴയുള്ള സമയത്തൊക്കെയാണ് വെഡ്ഡിങ് എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലൊക്കെ ഇതാക്കുമ്പോൾ കളർ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡബിൾ ടോൺ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ഇഷ്യൂ വരിക. അതായത് നമ്മളിപ്പോൾ വൈറ്റിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് കൊടുക്കുമ്പം അത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഈ റെഡ് നമ്മളെ വൈറ്റിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ അതല്ല, ഇതാണ് ഡൈയിങ്ങിൻ്റെ സത്യാവസ്ഥ അതാണ്. പക്ഷെ നമ്മൾ പുറത്തുള്ള ഉള്ളവർക്ക് അത് അറിയണം. ഇതിലിപ്പോൾ മെയിൻ ഹെവി കാഞ്ചീപുരം ആയാൽ തന്നെ, അതായത് പ്യുവർ കാഞ്ചീപുരത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ കുറേ ഇഷ്യൂ ഒക്കെ നടന്നിട്ടുണ്ടല്ലോ പല ഇതിൻ്റെതും. അതായത് ഡൈയിങ്ങിൽ, അതായത് കാഞ്ചീപുരം സാരിയിൽ തന്നെ നമ്മൾ കുറച്ചൊന്ന് സെറ്റ് ചെയ്താൽ തന്നെ അതിൻ്റെ കളർ ഫെയ്ഡായി പോകുന്നത്. അത് ഇത്രയും ലക്ഷങ്ങളെ കാഞ്ചീപുരം സാരിയിൽ കളർ പോകാൻ, അതാണ് സത്യാവസ്ഥ അതാണ്. പക്ഷെ പുറമുള്ളവർക്ക് അത് പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അതവർ ചിന്തിക്കാതെ ചെയ്യുന്നത്. നടാഷയുടെ വെഡിങ്ങിലേക്ക് വരാം. പക്ഷേ അതെനിക്ക് ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഔട്ട്ഫിറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. ഈ എസ്പെഷ്യലി കളർ ചൂസ് ചെയ്തിരിക്കുന്ന കളറ്, അതെല്ലാവരും അങ്ങ് ഓപ്റ്റ് ചെയ്യാത്തൊരു കളർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര നോട്ടീസ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. എന്തായാലും നല്ലൊരു വർത്ത് ആയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാൽ എത്ര ഒരു ടൈം എത്ര എടുത്തിട്ടുണ്ടാവും ആ ഒരു ഹോൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്? അത് ഇതുപോലെ തന്നെ ഒരു 3 months മുന്നെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ ഹവേഴ്സ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അധികം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. കാരണം അതിൽ കൂടുതൽ ഹാൻഡ് വർക്കിൻ്റെ ടൈമിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് എന്നെങ്കിൽ അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസിനാണ്. ഞാനെല്ലാം അവൾക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു കോസ്റ്റ്ലി സംഭവം യൂസ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കപ്പ് സ്റ്റോണ്, ക്രിസ്റ്റൽസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ തന്നെ അറിയില്ല, നമുക്ക് ഒരു പീസിന് തന്നെ അത്യാവശ്യം നല്ല റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കൂടുതൽ എക്സ്പെൻസ് ആ റേറ്റ് വന്നേക്കുന്നത്. എന്നാലും അപ്രോക്സിമേറ്റ് ഒരു എക്സ്പെൻസ് പറയാൻ പറ്റുമോ? എത്ര ആയിട്ടുണ്ടാവും ആ ഒരു സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത്? അതായത് ഒരു 1.2 lakh ആ ഒരു റേഞ്ചിലാണ് ചെയ്തേക്കുന്നത്. ഇതുവരെ ഷാദുൽ ചെയ്തിരിക്കുന്നതിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രൈഡിന് കൊടുത്തിരിക്കുന്ന ഏത് ബ്രൈഡിനായിരിക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ഔട്ട്ഫിറ്റ് ആയിരിക്കും അത്? ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഞാൻ കട്ടപ്പനയിൽ ഒരു വെഡ്ഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളത്. ഒരു 6 lakh ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ട് ഒറ്റൊരു ഔട്ട്ഫിറ്റിന് മാത്രം. അത് എനിക്ക് വന്നത് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അതായത് ഒരു മാരിറ്റസ്, അവരായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അവർ ഫസ്റ്റ് തന്നെ വെഡ്ഡിങ്ങിന് മുന്നേ, അതായത് അതിൻ്റെ 1 year മുന്നേ നമുക്കൊരു ഫിക്സേഷൻ സെറമണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കേരളത്തിലെ ഓൾമോസ്റ്റ് സ്റ്റൈലിസ്റ്റിനെയും അതായത് ഡിസൈനേഴ്സിനെയും ബുട്ടിക്കാരെ എല്ലാവരും വിളിച്ചിട്ട് ഒരു എന്താ പറയുക, അവരെ വീട്ടിലായിരുന്നു നമുക്കൊരു മീറ്റിംഗ് പോലെ ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്നായിരുന്നു, അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ എന്നെ വിളിക്കുന്നത് ഡയറക്റ്റ് അവരല്ല, ഞാൻ പറഞ്ഞില്ല ഇവൻറ്റ് മാനേജൻ്റാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്ന യാതൊരു വിശ്വാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ പോയി അവർക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ എല്ലാവർക്കും ഔട്ട്ഫിറ്റ് വേണമല്ലോ. അപ്പോൾ അവർ എല്ലാം വരച്ചൊക്കെ ഓക്കെ, അതിൽ ഇഷ്ടപ്പെട്ടത് എൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ട് വെഡ്ഡിങ്ങിന്, അതായത് ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റിന് സെലക്ട് ചെയ്തത് തന്നെ. ബാക്കിയൊന്നും ഞാൻ പിന്നെ സിംഗിൾ ആയതുകൊണ്ട്, അതായത് റയറായിട്ടല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെഡ്ഡിങ്ങിൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ എടുത്തത്. ബാക്കിയൊക്കെ ഇങ്ങനെ കേരളത്തിൽ തന്നെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ടെക്സിലൊക്കെ. അപ്പോൾ അത് ഭയങ്കര എനിക്ക്, കാരണം ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം എനിക്ക് നേരിടാനിട്ടില്ല. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ എത്ര എക്സ്പെൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര ചലഞ്ച് ആയിരിക്കുമല്ലോ. ഇത് അടിപൊളിയാവും, നമുക്ക് എന്തായാലും മൈൻഡിലൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. കാരണം ഇത്ര ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും ലാക്സ് ഒക്കെ ആൾക്കാർ ചിലവാക്കുക എന്ന് പറയുന്നത് ഇപ്പം കോമൺ ആണ്. എന്നാലും അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ആ വർക്ക് വരുമ്പോൾ എന്തായാലും ഒരു ചലഞ്ച് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ആ ഒരു ചലഞ്ചിനൊക്കെ എങ്ങനെയാണ് ഷാദിൽ എങ്ങനെയാണ്? അതായത് എനിക്ക് ഔട്ട്ഫിറ്റ് ചെയ്യാൻ വേണ്ടി സത്യം പറഞ്ഞാൽ എന്തും എനിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത്രയും ആ ഒരു സമയത്തൊക്കെ ഇത്രയും ഇവർക്കൊരു മൈൻഡിൽ ഇങ്ങനെയും സംഭവം കുറേ ഡ്രീമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ചെയ്യാൻ വേണ്ടി ഭയങ്കര പേടിയായിരുന്നു. എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും, ഇഷ്ടപ്പെടുമോ? കാരണം എനിക്ക് അതിലും വലിയ വെറൈറ്റി സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇവരെ ഇത്രയും നമ്മളെ കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ ആക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഇത് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒറ്റൊരാളെ തിരഞ്ഞെടുത്ത് അതിൽ അതെങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഓരോ ബീഡ്സ് ആയാലും ഓരോ വർക്കായാലും ഡിസൈനിങ് ആയാലും അവരാ ഒരു കോൺസെപ്റ്റ്, അതായത് ഫിക്സേഷൻ സെറമണിക്ക് ഒരു ഈജിപ്ഷ്യൻ കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിലെല്ലാം ഞാൻ നോക്കി അതായത് ഹാൻഡ് വർക്കേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ഡ്രോ ചെയ്ത് ഓരോ ലീഫായാലും ഓരോ പത്തിയായാലും മാറ്റി അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ലാസ്റ്റ് അവർ ട്രയൽ ചെയ്ത് ഭയങ്കര ഹാപ്പിയായി.
അത് ലാസ്റ്റ് അത് ആ ഒരു ഔട്ട്ഫിറ്റ് അവർ വെയർ ചെയ്ത് കാണുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് അത് ഭയങ്കര സത്യം. ആ, അത് എനിക്കൊന്ന് ഷാദിലിൻ്റെ ഓരോ വീഡിയോൻ്റെ എൻഡിലും നമുക്കത് കാണാൻ പറ്റും. കാരണം പ്രോസസ്സ് എല്ലാം കഴിഞ്ഞല്ലേ, ഇത്രയും ജേണി കഴിഞ്ഞ് അവർ ബ്രൈഡ് അത് അവരുടെ ആ ഒരു സ്പെഷ്യൽ ഡേയിൽ അവരത് വെയർ ചെയ്ത് കാണുമ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര പീക്കാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഓരോ വർക്ക് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടാവും. മേ ബി നല്ല നല്ല എക്സ്പീരിയൻസിൻ്റെ കൂടുതൽ ഒബ്വിയസ്ലി എന്തായാലും മേ ബി ഒരു നെഗറ്റീവ് ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സ്ട്രഗ്ലിങ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഈ ഫീൽഡിലേക്ക്, അതായത് പ്രത്യേകിച്ചിട്ട് ഞാനൊരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പോൾ അതിൽ നിന്ന് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ചിന്തിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ആ ഒരു സമയത്ത് അധികം സപ്പോർട്ടീവ് ഉണ്ടായിട്ടില്ല. പിന്നെ പിന്നെ എസ്പെഷ്യലി ഞാനൊരു ബോയ് ആയതുകൊണ്ടായിരിക്കാം ഒരു ആണിന്, കാരണം മെയിൻ ഫീൽഡ് എന്ന് പറയുന്നത് ലേഡീസിൻ്റെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇനിഷ്യലി ഉണ്ടായിരുന്നൊരു പക്ഷെ ഇപ്പം പക്ഷേങ്കിൽ ഷാദുലിൻ്റെ പേരിലായിരിക്കുമല്ലേ എല്ലാവരും ഷാദുൽ ആഷിഖ് എൻ്റെ റിലേറ്റീവ് ആണെന്ന് പറയുന്നതിൽ പ്രൗഡാവുന്ന ആൾക്കാരുണ്ട്. ബിക്കോസ് ഞാൻ ഷാദുലിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ നേരത്ത് വെരി ഫസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിനോടാണ് ചോദിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ബ്രദറാണ് ഷാദുൽ. ആൾ പറഞ്ഞത് വളരെ പ്രൗഡായിട്ടാണ് പറഞ്ഞത്. അപ്പം തന്നെ ആ ഒരു ആദ്യത്തെ ഉണ്ടായിരുന്ന സ്ട്രഗിളിൽ നിന്ന് മാറിയിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊരു സാധനം ഉണ്ടല്ലോ. അതെ, അത് ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ഫാമിലി സപ്പോർട്ട് ഭയങ്കര, അതായത് ഉമ്മയായാലും സിസ്റ്റേഴ്സ് ആയാലും ഭയങ്കര. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഇതിലേക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ഇത് കിട്ടണത്. ഇപ്പം ഷാദുലിൻ്റെ ഈ ഡിസൈനിങ് ഒക്കെ എവിടെ, കൊച്ചിയിലാണോ കണ്ണൂരാണോ എവിടെയാണ് നിങ്ങളുടെ ടീമെല്ലാം വർക്ക് ചെയ്യുന്നത്? എവിടെയാണ്? ഇവിടെ തന്നെ, കൊച്ചി തന്നെയാണ്. കൊച്ചി തന്നെയാണ്. ഓക്കെ. അപ്പം ഷാദുലിന് ഇനി ഇപ്പോൾ പുതിയ ന്യൂ ബ്രൈഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് വേഗം ഷാദുലിനെ എല്ലാവരും കോൺടാക്ട് ചെയ്തോളൂ അല്ലേ? എനിക്കൊന്ന് വെഡിങ് സീസൺ ഇപ്പം കുറവാണ്, എനിക്ക് തോന്നുന്നു മാർച്ച് തൊട്ട് വീണ്ടും വരും. അപ്പം എല്ലാവരും വേഗം ഷാദുലിനെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഷാദുലിൻ്റെ അടുത്തേക്ക് വരാൻ നേരത്ത് ഒരുപാട് റെഫറൻസസ് അവർ നോക്കിയിട്ടുണ്ടാവും. മേ ബി സബ്യസാച്ചി റെഫറൻസ് എല്ലാം നോക്കിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ചില സമയത്ത് റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞൊരു സംഭവം, ചില സമയത്ത് നമുക്ക് ആ ഒരു അങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ചിലപ്പം പറ്റത്തില്ല. ബിക്കോസ് എക്സ്പെൻസ് ആണെങ്കിലും എല്ലാം കൂടെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ക്ലയൻസിനോട് ഡിപ്ലോമാറ്റിക്കൽ എങ്ങനെയായിരിക്കും ഷാദുൽ ആൻസർ ചെയ്യുക? അതായത് ഇപ്പോൾ റെഫറൻസ് എടുത്തിട്ട് വരുന്നത്, അതായത് ഇപ്പോൾ സബ്യസച്ചി അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും വലിയ ഡിസൈനേഴ്സിൻ്റെ റെഫറൻസ് എടുത്തിട്ട് നമ്മൾ അവർക്ക് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എക്സാക്റ്റ് അതുപോലെ തന്നെ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ, കാരണം ഫാബ്രിക് ഇപ്പം നമുക്ക് അവൈലബിൾ ആണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ അവർ ബഡ്ജറ്റ് ബേസ് അനുസരിച്ചിട്ട് നമ്മളത് പറയും. എക്സാക്റ്റ് അതായിരിക്കത്തില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പം ബോർഡേഴ്സ് ആയിരിക്കാം. ഇപ്പോൾ താഴേക്ക് ബോർഡർ, സബ്യസച്ചിൻ്റെ ഒക്കെ കൂടുതൽ അറിയാലോ, താഴെ കൂടുതൽ ബോർഡേഴ്സ് വരുന്നത് അത് ഫുൾ ഹാൻഡ് വർക്കാണ്. പുള്ളിക്കാരൻ്റെ മൊത്തം ഹാൻഡ് വർക്ക്, മെഷീൻ എംബ്രോയിഡറി, ആ ഒരു ഫീലാണ്. നമുക്കത് ഇതിൽ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മളത് ബോർഡേഴ്സും ഹാൻഡ് വർക്കും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. അങ്ങനെ പറയുമ്പോൾ തന്നെ ചില ബ്രൈഡ്സിന്, അതായത് ബ്രൈഡ്സിന് അവർ ഫസ്റ്റ് നമ്മളവർ സ്റ്റഡി ചെയ്താൽ തന്നെ അത് ഓക്കെയാണ്. ഇപ്പോൾ ഒരു ബ്രൈഡ് നമ്മൾ വിളിച്ചിട്ടുമ്പോൾ അപ്പോൾ അവർ പറയുമ്പോൾ നമ്മൾ അയ്യോ അവർക്ക് അതന്നെ വേണം എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് ടെൻഷനാവും. അവരതാണ് ഉദ്ദേശിക്കുന്നത്, അവർക്ക് അറിയാം ഏകദേശം അതായിരിക്കും കിട്ടേണ്ടതെന്ന് അറിയുമ്പോൾ നമ്മളതിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി അനുസരിച്ചിട്ട് അവർ മാറി വരും. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഷാദുലിൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന കുറച്ച് കമൻസ്, ഞാനൊരു 5-6 കമൻസ്, ബാഡ് കമൻസ് അല്ല, നല്ല കമൻസ് ആണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് നോട്ട് ചെയ്ത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് കിട്ടിയ സബ്യസാച്ചി എന്നാണ് പറഞ്ഞിരിക്കുന്ന ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടോ? ഈ കമൻറ്റ് വായിച്ചപ്പോൾ എന്താ തോന്നിയത്? അയ്യോ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അങ്ങനത്തെ ഒക്കെ കമൻറ്റ് വരിക എന്ന് പറയുന്നത് ഭയങ്കര ഇതല്ലേ, പ്രൗഡല്ലേ, ഭയങ്കര ഹാപ്പി ആയിരുന്നു അതൊക്കെ കണ്ടപ്പോൾ. അത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അത് അങ്ങനെയാണ് നോട്ട് ചെയ്തത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈനർ ആരാ? സബ്യസച്ചി ആണ്. മോസ്റ്റ്ലി ആളുടെ ഫോളോ അപ്സ് ചെയ്യുന്നത് ആളുടെ തന്നെയാണ്. അപ്പൊ പിന്നെ ആ കമന്റ് ഭയങ്കര, പുള്ളിക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ സ്റ്റൈലിങ്ങും ഇതും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചെയ്യാൻ നോക്കും. അടിപൊളി. ഇനി അടുത്തത്, എന്തെങ്കിലും ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ സാരി ഇവർക്ക് ചേട്ടനെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു കുട്ടി എഴുതിയിരിക്കുന്ന കമൻ്റാണ്. അതായത് ആൾക്കാർ അവരുടെ ഏറ്റവും ബിഗ് ഡേയിൽ ഇടാനുള്ള ആ ഒരു ഔട്ട്ഫിറ്റ് ഷാദുലിനെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ് ആഗ്രഹം എന്നാണ് പറയുന്നത് അല്ലേ? ആ ഒരു ഇങ്ങനത്തെ ക്ലയൻസ് എന്നല്ല, ആളുകൾ ഇങ്ങനത്തെ കമൻസ് ഒക്കെ പറയുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഓക്കെ, അത് ആ ഫസ്റ്റ് ടൈം വന്ന ആ കമൻറ്റ് കാണുന്നത് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര, എനിക്ക് പേഴ്സണലി, അതായത് ഞാൻ കമൻറ്റ് കൂടുതൽ അങ്ങനെ വായിക്കാറില്ല.
ഇതിന് നല്ല കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടൈം വരുന്ന കമൻ്റ് ഇല്ലേ അങ്ങനത്തെയൊക്കെ വായിക്കും. പിന്നെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് നോക്കാറുള്ളൂ, അല്ലാണ്ട് കമൻറ്റ് ഇരുന്ന് അങ്ങനെ വായിക്കാറില്ല. അപ്പോൾ എനിക്ക് ഈ പേഴ്സണലി വരുന്ന മെസ്സേജ് ഉണ്ടല്ലോ, മെസ്സേജ് ആയാലും ഇങ്ങനെ ഒരുപാട് അങ്ങനെ എടുത്തു നോക്കാറില്ല. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ കോളൊക്കെ വരും, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കോള്. അപ്പോൾ അതിലൊക്കെ വിളിച്ചിട്ട് പറയുന്നത് അതൊക്കെ ഇനി വലിയ സംഭവം. അതായത് യു കെയിലുള്ള ഒരു 1 വീക്ക് മുന്നേ എനിക്ക് യു കെയിലുള്ള ഒരു എലിസബത്ത് എന്ന് പറഞ്ഞ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഞാനിങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ മിസ് കോള്, ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല മെസ്സേജ് അങ്ങനെ നോക്കാറില്ല, അപ്പോൾ കുറേ മിസ് കോള്. അപ്പോൾ ഞാനിത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരിച്ച് വിളിച്ചപ്പോൾ ഷാദിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കാണുന്നില്ല, 1 വീക്ക് ആയല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര ഇത് എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ വിളിച്ചിട്ട് കുറേ സംസാരിച്ച് ഞാനിങ്ങനെ എൻ്റെ മോള് ഇപ്പം ചെറുതാണ്, അപ്പോൾ എന്തായാലും കല്യാണത്തിന് ഷാദുൽ തന്നെ എനിക്ക് ചെയ്യണം, അത്രയും മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുക. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര, കാരണം ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ വലിയ സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഫീമെയിൽസ് ഓഡിയൻസ് ഉണ്ട്. ഇത് പെൺകുട്ടികളിങ്ങനെ അവരുടെ സ്പെഷ്യൽ ഡേയിൽ ഷാദുൽ ഡിസൈൻ ചെയ്ത ഔട്ട്ഫിറ്റ് വെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷാദുലിനെ നമ്മൾ ഈ ഷോയിൽ വിളിച്ചതും. കാരണം ഷാദുലിനെ പേഴ്സണലി അറിയാൻ വേണ്ടിയിട്ടും റീൽസിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് ആൾക്കാർക്ക് ഷാദുലിനെ നന്നായിട്ട് അറിയാവുന്നത്. അതിനപ്പുറത്തേക്കൊരു ഷാദുൽ ഉണ്ടാവില്ല എന്തായാലും. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഗസ്റ്റായിട്ട് വിളിച്ചത്. ഓക്കെ, ദെൻ 1 ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ട്. സത്യം, ഒരു കുട്ടി എഴുതിയിരിക്കുന്ന കമൻ്റാണ്. അതിന് ആൾക്കാരെ ഇൻസ്പയർ ആവുന്നുണ്ട്. സത്യം, അങ്ങനെ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ കണ്ടില്ല അത്. ഞാൻ പറഞ്ഞില്ല കൂടുതലും അങ്ങനെ കമൻറ്റ് വായിക്കാറില്ല. അതൊക്കെ സത്യം, അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് എനിക്ക്. എന്താ പറയേണ്ടത് മനസ്സിലാവുന്നില്ല. ഓർഡർ കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങൾ ഷാദുൽ അത് ഞാൻ നോക്കിക്കോളും. കണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു സ്റ്റൈലിംഗ് ഡിസൈനിങ്ങിന്റെ മാത്രമല്ല ഓവറോൾ എല്ലാം ഷാദുലിന്റെ കൈ എത്തുന്നുണ്ടെന്നുള്ളതായിരിക്കും അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇതിനെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അതായത് ആ ഒരു കമൻറ്റിൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം ഇപ്പോൾ താനൊരു സ്റ്റൈലിസ്റ്റ് അല്ല, അപ്പോൾ തനിക്കറിയാൻ പറ്റുമല്ലോ നമ്മൾ ചെയ്യുന്ന ഔട്ട്ഫിറ്റ് ഇപ്പോൾ വെറുതെ ഇപ്പോൾ ഒരു മേക്കപ്പ് ഇട്ട് വെറുതെ ഒരു അതിന് മാച്ചല്ലാത്ത ജ്വല്ലറി നമുക്ക് കാണാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിനെ മൊത്തത്തിൽ ബാധിക്കുന്നത് നമ്മളെ ഔട്ട്ഫിറ്റിനെയാണ്. അതെന്താ ആർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമ്മൾ ഹാൻഡ് വെച്ച നമ്മൾ കൈവച്ച ആ ഒരു ഔട്ട്ഫിറ്റിൽ മൊത്തത്തിൽ ആ ഒരു ബ്രൈഡ് സ്റ്റൈൽ ചെയ്ത് ജ്വല്ലറി, നമ്മൾ കൊടുത്തുന്ന ജ്വല്ലറി, നമ്മൾ പറയുന്ന മേക്കപ്പ്, ഹെയർ എല്ലാം നമ്മൾ ആ പറഞ്ഞ രീതിയിൽ സ്റ്റൈൽ ചെയ്ത് ഒരുങ്ങിയാണ് നമുക്ക് ഭയങ്കര ആഗ്രഹം, ഭയങ്കര ഇഷ്ടം. അത് ഭയങ്കര അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത്. സ്റ്റൈലിംഗ് ആണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പം ചിലപ്പോൾ നമ്മൾ സാരിയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നന്നായി ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഓർണമെന്റ്സ് സ്റ്റൈൽ ചെയ്തിട്ട് ചിലപ്പോൾ അതിന്റെ ഭംഗി മൊത്തം പോവും, അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് ഫ്ലോപ്പ് ആക്കി കളയും. അത് ഭയങ്കര അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ബ്രൈഡ്സിനൊക്കെ എനിക്ക് മാക്സിമം ഞാൻ തന്നെ സ്റ്റൈൽ ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം. ഞാൻ കൂടുതലും മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ എല്ലാം എടുക്കാറുണ്ട്, ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രം. ഇപ്പം ഞാൻ എടുക്കുന്നത് മൊത്തം സ്റ്റൈലിംഗ് ഉള്ള ബ്രൈഡ്സിനെ മാത്രമേ എടുക്കാറുള്ളൂ. കാരണം അങ്ങനെ മാത്രം പിക്കായിട്ട് എടുക്കാറാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് വോൾ സ്റ്റൈലിംഗ് മൊത്തത്തിൽ എനിക്ക്, അതായത് ഞാൻ സജഷൻ ചെയ്യുന്ന ജ്വല്ലറി, ഹെയർ, മേക്കപ്പ് എല്ലാം ഒരു ടീമായിട്ട് സെറ്റ് ചെയ്ത് അതിന് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ആഗ്രഹം. അങ്ങനെ പറയാം. കേരളത്തിലിങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഷാദുലിൻ്റെ ഡിസൈൻസ് വേറെയാണെന്ന് ആഗ്രഹം ഉണ്ടാവും. ശരിക്കും എല്ലാവർക്കും നോർമലായിട്ടുള്ള സാധാരണക്കാർക്കും എല്ലാവർക്കും ഷാദുലിനെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻസിന് അഫോർഡബിൾ ആണ്, എനിക്ക് പറയാൻ പറ്റുന്നു. മോസ്റ്റ്ലി ഹെവി ആണ് എല്ലാം ഷാദുൽ ചെയ്യുന്നത്. ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പം നമ്മൾ ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റേഞ്ച്, നമ്മൾ ഹെവി എന്ന് ഉദ്ദേശിക്കുന്ന റേഞ്ച് അവർക്ക് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും. മനസ്സിലായില്ലേ? നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് അവർക്ക് ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ഒരു ഡ്രീം ഒരു വെഡിങ് ആരുടെയെങ്കിലും ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെ കൈൻഡ് ഓഫ് സെലിബ്രിറ്റീസിൻ്റെ ആരെങ്കിലും ചെയ്യണമോ? ഇനി ഈ ഒരു ആളുടെ കല്യാണത്തിന് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് കാണണം, അങ്ങനെ ആരെങ്കിലും വെരി ക്ലോസ് ടു ഹാർട്ട് ആയ ആരെങ്കിലും? അങ്ങനെയില്ല. ആഗ്രഹം പിന്നെ ഒരുപാട് ഉണ്ട്, പക്ഷെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വലിയ പാൻ ഇന്ത്യൻ സ്റ്റാറിൻ്റെ ഒക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഔട്ട്ഫിറ്റ് ആരായിരിക്കും? ബോളിവുഡിലെയോ നമ്മൾ മലയാളത്തിലെയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇത് അടിപൊളിയാണെന്ന് തോന്നുന്നത്? കത്രീന കൈഫിൻ്റെ വെഡിങ് സാരി ഭയങ്കര
അടിപൊളി. ഭയങ്കര സബ്യസച്ചി ചെയ്ത ആ ഒരു ഔട്ട്ഫിറ്റ് അത് ഭയങ്കര അടിപൊളിയായിരുന്നില്ലേ. അതെ അത് എസ്പെഷ്യലി ആ സാരി, വെഡ്ഡിങ്ങിന് യൂസ് ചെയ്ത സാരി, അത് ഭയങ്കര അത് ആ ഒരു ടൈം എനിക്ക് ഒരുപാട് റെഫറൻസ് വന്നത് ആ ഒരു ഔട്ട്ഫിറ്റ് ചെയ്യാനായിരുന്നു. ചെയ്തിട്ടുണ്ട്, പക്ഷെ എക്സാക്റ്റ് നമുക്ക് ആവത്തില്ലല്ലോ, കാരണം എന്തായാലും അവരുടെ ഡിസൈൻ വേറെ, നമ്മുടെ ഡിസൈൻ വേറെ. എനിക്കൊന്ന് ബോളിവുഡ് റെഫറൻസ് ആയിട്ടാണ് കൂടുതൽ ആളുകൾ ആൾക്കാർ വരുന്നത് അല്ലേ, വരുന്നത്, അതുപോലെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടല്ലേ. വരുന്നത് ഒരു സെലിബ്രിറ്റിയുടെ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ് നാളെ പറയുന്നില്ല, അതായത് അവരുടെ ആ ഒരു വെഡ്ഡിങ് ഔട്ട്ഫിറ്റ് എക്സാക്ട് കോപ്പിയിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നു. അതായത് ഒരാൾ വളരെ എഫേർട്ട് എടുത്ത് ടൈം എടുത്ത് അവരുടെ സ്പെഷ്യൽ ഡേയിൽ ഡിസൈൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. ചിലരിങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് പറയുമ്പോൾ ഇത് ഞാൻ അവിടെ കണ്ടതാണല്ലോ, ഇത് ഞാൻ ഇവിടെ കണ്ടതാണല്ലോ, ഈ ഡിസൈൻ അവർ ചെയ്തതല്ലേ, ചെറിയതായിരിക്കും, മൈന്യൂട്ട് ഡിസൈൻ ആയിരിക്കും, ഇത് ആളുടെ ഇതിനകത്തുനിന്ന് കോപ്പി അടിച്ചതല്ലേ, ഇങ്ങനത്തെ കമൻസ് ഒക്കെ വരുമല്ലോ. ഇങ്ങനത്തെ കമൻസിനോടൊക്കെ എങ്ങനെയായിരിക്കും ഷാദുൽ റിയാക്ട് ചെയ്യുക? അതായത് എനിക്ക് ആ ഒരു കമൻറ്റ് വന്നത് ഞാൻ ചെയ്ത ഒരു സാരിയിലായിരുന്നു. അതായത് ആ ഒരു വെഡ്ഡിങ്ങിന് ഒരു 3 months മുന്നെയാണ് ഞാൻ ആ ഒരു വെഡ്ഡിങ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം ആ വീഡിയോ ഒരു 2.5 million വ്യൂ കയറിയായിരുന്നു. പിന്നെ അതിനുശേഷം ആ വെഡ്ഡിങ് അതിന് ശേഷം വീണ്ടും അത് ഈ വീഡിയോ വീണ്ടും റീച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിൽ വരുന്ന കമൻസൊക്കെ അവർ ചെയ്തത് കോപ്പി അടിച്ച് അങ്ങനെ കൂടുതൽ വന്നത്. പിന്നെ ചില ആൾക്കാർക്ക് പോസ്റ്റിംഗ് ഡേറ്റ് നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ നോക്കിയിട്ടാണ് അവർ കോപ്പി അടിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അപ്പുറം കോപ്പി അടിച്ചതല്ല, ഒരു വ്യത്യാസമില്ല. പുള്ളിക്കാരി ചെയ്ത ഔട്ട്ഫിറ്റ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്, ഭയങ്കര കുറച്ചും കൂടി ഹെവിയാണ്. ഞാൻ ചെയ്തതിനേക്കാളും നല്ല ഹെവിയാണ്, അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അത് ആൾക്കാർക്ക് മാച്ചിങ് ആയിട്ട് തോന്നിയത് ബ്ലൗസിൻ്റെ കട്ടോരി കട്ടിങ്ങും പിന്നെ സാരീൻ്റെ കളറും നല്ല വ്യത്യാസമുണ്ട്. പിന്നെ അതൊക്കെ വെച്ചിട്ട് പിന്നെ സാരി ഡ്രൈപ്പ് ചെയ്ത രീതി ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ആൾക്കാർ വെറുതെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അതിങ്ങനെ ഭയങ്കരമായിട്ട് കമൻറ്റ്, പിന്നെ വീഡിയോ തുറക്കാൻ പറ്റാത്ത അവസ്ഥ, ഫുൾ കമൻറ്റ് അത് തന്നെ വന്നുകൊണ്ടിരിക്കുക. നമ്മളത് റിയാക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും കമൻറ്റ് കൂടി വരിക. പിന്നെ ഞാൻ അധികം മൈൻഡ് ചെയ്തില്ല, ഒഴിവാക്കി വിട്ട്. ഇപ്പോൾ ഷാദുലിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ താഴെ നല്ല കോംപ്ലിമെൻറ്റ് കമൻസും വരും, കൂടാതെ നെഗറ്റീവ് കമൻസ് വരും. വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്നൊക്കെ ഉള്ള കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കമൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ്? ബാഡ് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല കമൻറ്റ് അധികം നോക്കാറില്ല. പക്ഷേ ഇങ്ങനെ ചില ടൈമൊക്കെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും അവിടെ അത് ഡിലീറ്റ് ചെയ്ത് കളാം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്യും. പക്ഷേ വീണ്ടും അവർക്കതൊരു നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതനുസരിച്ച് വീണ്ടും കമൻറ്റ് ഇടാൻ വേണ്ടിയതാണ്. പക്ഷെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുറച്ചൊരു ഇതുപോലെ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്. വരുന്നത് മൊത്തം ഫേക്ക് അക്കൗണ്ട്സാണ്. ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ബാഡ് കമൻറ്റ് വരാറില്ല, എല്ലാം ഫേക്ക് എന്നാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് ഡെയിലി ഞാൻ വീഡിയോ ഇട്ട് ഓൺ ദ സ്പോട്ടിൽ ഒരു വിത്തിൻ 1 hour'നുള്ളിൽ കമൻറ്റ് വന്നിരിക്കും. എന്തായാലും നെഗറ്റീവ് വന്നിരിക്കും എത്ര. അതുകൊണ്ട് മാക്സിമം ഞാൻ എന്ത് ചെയ്യാന്ന് അറിയാം, വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഈ ബാഡ് കമൻറ്റ് വരുന്ന പേടിയായതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ബാഡ് ഫസ്റ്റ് നല്ല കമൻറ്റ് ഇട്ട് വെക്കുക. കാരണം ഫസ്റ്റ് തൊട്ട് നല്ല കമൻറ്റ് വരുമ്പോൾ ആൾക്കാർക്ക് ഇടാൻ തോന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ആൾക്കാർ അതെന്താണെന്ന് അറിയാം, നമ്മൾ ഈ ബാഡ് കമൻറ്റ് ഇടുമ്പോൾ ആൾക്കാർ കൂടുതൽ ലൈക്ക് ചെയ്യുന്നത് അതിനാണ്. അപ്പോൾ അതിലേക്ക് ആൾക്കാർ ഫോക്കസ് പോകും. അപ്പോൾ പിന്നെ അത് ശരിയാണല്ലോ, അത് ചെയ്തത് തെറ്റാണല്ലോ, അങ്ങനെ മൈൻഡിലേക്ക് വരും. എത്ര ശരിയാണെന്നുണ്ടെങ്കിലും അത് കാണിച്ചിട്ട് അത് തെറ്റാണല്ലോ എന്ന് പറയും. ഇപ്പോൾ ഈ ബ്രൈഡ്സിനും ഗ്രൂമിനും കൂടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയൻസ് വരാറുണ്ടല്ലോ. അപ്പം എല്ലാം ഷാദുലിൻ്റെ ഐഡിയാസിൽ മാത്രമല്ല, അവരുടെയും കൂടെ ഐഡിയ എന്തായാലും നമ്മൾ മിക്സ് ചെയ്യല്. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് പുറത്തിറങ്ങുമ്പോൾ അതെല്ലാം നമ്മുടെ സത്യം നമ്മൾ ചെയ്തതെന്നായിരിക്കും വരിക. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഐഡിയാസ് ഉള്ള ആൾക്കാരുണ്ട്. അതായത് ഈ ഫാഷൻ അതായത് ഡെയിലി അപ്ഡേറ്റ് ആയിരിക്കും നമ്മളെക്കാളും കൂടുതൽ. അതായത് ഓരോ ബ്രാൻഡിൻ്റെതും എല്ലാം അപ്ഡേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കോൺടാക്ട് ചെയ്യുമ്പം അവർക്ക് ഇന്ന സംഭവം, അതായത് നമ്മൾ ഓരോ ചെറിയ ഈ മുണ്ടിൻ്റെ കസവിൻ്റെ കരയിലെ ഡിസൈൻ പോലും ഇതായിരിക്കണം, അല്ല നമ്മൾ കൊടുക്കുന്ന വർക്ക് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടി, ഇത് എന്താ പറയുന്നത് നമുക്കറിയില്ലല്ലോ ഇതെന്താണ് സംഭവം. അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ടെൻഷനാണ് അത് ചെയ്തെടുക്കുമ്പോൾ. പക്ഷേ ലാസ്റ്റ് ചെയ്ത് വരുമ്പം അവർക്ക് സാമ്പിൾ അയച്ചു കൊടുക്കും, അങ്ങനെയുള്ളവർക്ക് മാത്രം. എല്ലാം ഞാൻ ഈ സാമ്പിളോ കാര്യങ്ങളോ ഒന്നും അയക്കാറില്ല. അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ സാമ്പിൾ അയച്ചു കൊടുത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ വരാറുണ്ടല്ലേ? ഈ മുണ്ടിൻ്റെ ഈ കസവില്ലേ, അത് ഞാൻ ഓൾമോസ്റ്റ് പർച്ചേസ് ചെയ്യാറ് പതിവ്. ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ അവർ ചിലവണ് വിളിച്ചിട്ട് ആ കസവിൽ ആ ഡിസൈൻ, ആ മാങ്ക ഡിസൈൻ അതന്നെ സെയിം ഉണ്ട്, നല്ല പണി കിട്ടുക. ഞാൻ പുറത്ത് ഇവിടെ കാഞ്ചേരും അവിടെ ഇല്ലേ, അവിടെ പുറത്ത് പോയിട്ട് അവർ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ ബുക്ക് ചെയ്യും, അപ്പോൾ അവർ വീവ് ചെയ്ത് തരും. ഇപ്പം എന്ന് പറയുമ്പോൾ പഴയ പോലെ അല്ല, വെഡ്ഡിങ് ഇപ്പോൾ ഒരു സിനിമ പോലെയായി മാറിയേക്കുക. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ ഒരു കല്യാണം നടത്തി കൊടുക്കുന്നത്, അതായത് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം വീട്ടുകാരെ നടത്തി കൊടുക്കുന്നത്, അതായത് അവരുടെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം
കഴിഞ്ഞ് ജ്വല്ലറി ആയാലും അവർ എല്ലാം സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ബ്രൈഡും ഗ്രൂമും അവർ തന്നെയാണ് അവരെ കല്യാണം നടത്തുന്നത്. അപ്പോൾ അവരുടെ മൈൻഡിൽ ഭയങ്കര ആഗ്രഹങ്ങളാണ്, എങ്ങനെ എൻ്റെ കല്യാണം എങ്ങനെയായിരിക്കണം അതൊക്കെ. അതുകൊണ്ട് അവരുടെ മൈൻഡിൽ അതായത് ഇന്ന സ്ഥലത്ത്, അതായത് ഒരു മനയാണ് എടുക്കുന്നുണ്ടെങ്കിൽ മനയിൽ വെച്ചിട്ടായിരിക്കണം എൻ്റെ കല്യാണം, ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആയിരിക്കണം. അപ്പോൾ അതിന് എത്ര എമൗണ്ട്, അതായത് ഇവൻ്റ് ആറ് പൈസ, നമ്മളെ ഔട്ട്ഫിറ്റിൻ്റെ എല്ലാത്തിൻ്റെയും പൈസ ബഡ്ജറ്റൊന്നും ഇപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല. അവരൊരു ഡിഫറെൻ്റ് ആയിരിക്കണം കല്യാണം. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും, അതായത് ഔട്ട്ഫിറ്റിൽ ഇങ്ങനെ ആയിരിക്കണം, ഇവൻറ്റിൽ ചെയ്യുന്ന ഡെക്കോർ ഇങ്ങനെ ആയിരിക്കണം, നമ്മൾ മേക്കപ്പ് ഇങ്ങനെ ആയിരിക്കണം, ഇതായിരിക്കണം. എല്ലാ ആൾക്കാർ ഇപ്പം ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് അല്ലേ കൂടുതൽ, 200 ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടി അങ്ങനെയൊക്കെ അല്ല. പണ്ടത്തെ പോലെ ഈ 2000 ആൾക്കാർ അതൊക്കെ കുറവല്ലേ ഇപ്പോൾ. അപ്പോൾ അതൊക്കെയെന്ന് പറയുമ്പോൾ മൊത്തം മാറി, കല്യാണത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റൊക്കെ മാറി തുടങ്ങി. ആൾക്കാർ യുണീക്ക് ആയിരിക്കണം എന്ന് പറയുന്നത്. അത് അങ്ങനെ പാടില്ല. എനിക്കൊരു യുണീക്ക് ആയിട്ടുള്ള സിഗ്നേച്ചർ സ്റ്റൈൽ എൻ്റെ കല്യാണത്തിന് വേണം. എനിക്കത് കുറച്ച് കഷ്ടപ്പാടാണല്ലേ. കുറച്ച് അത് ശരിയാ. ഇപ്പൊ എല്ലാം നമുക്കെല്ലാം ഇങ്ങനെ ഒരേപോലെ ആവാനും പാടില്ലല്ലോ. നമ്മളുടെ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് വരാൻ അതാണ് ടെൻഷൻ. അതായത് ഇപ്പോൾ ഒരു ബ്രൈഡിന് ചെയ്തിട്ട് ഇപ്പം അടുത്ത ബ്രൈഡ് ഞാൻ എന്ത് കൊടുക്കും. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. ഇപ്പം ഞാനൊരു സാരി, ഇപ്പോൾ ഒരു സാരിയാണല്ലോ കൂടുതൽ, വെഡ്ഡിങ് സാരീസ് അല്ലേ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു സാരി ചെയ്ത് ഒരു ബ്രൈഡിന് ചെയ്തതിനാൽ അടുത്ത ആൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് തന്നെയായിരിക്കും എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് ചെയ്യാൻ മടിയാ, കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് റിപ്പീറ്റേഷൻ ആയില്ലേ, എനിക്കത് ചെയ്യാൻ. അപ്പോൾ ഞാൻ അവരെ മൈൻഡ് പറഞ്ഞു മാറ്റും. പക്ഷേ ഞാൻ എന്ത് കൊടുക്കുന്നുള്ള എനിക്ക് ചിന്ത വരും. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഈ ടൈം കിട്ടുമ്പോഴൊക്കെ, ഫ്രീ ടൈമൊക്കെ ഞാനിങ്ങനെ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ വെറുതെ സാരി നോക്കാനായിട്ട് പോകും. സാരി ഓൾമോസ്റ്റ് അവരെ ഷോപ്പിലൊക്കെ എന്തൊക്കെയാണുള്ളത് ജസ്റ്റ് ഫോട്ടോ വീഡിയോ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇന്നതൊക്കെ വന്നിട്ടുണ്ട്, നോർമൽ കാഞ്ചീപുരം സാരിയിലൊക്കെ നമ്മളെ എന്താ പറയുക മീനാക്കാരിയിലുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, പെട്ടെന്നൊരു ബ്രൈഡ് വരുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഈ ബ്രൈഡിന് അത് കൊടുത്താൽ നന്നായിരിക്കും. അങ്ങനെയൊക്കെ ഒരു പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാരി നോക്കാൻ വേണ്ടി, സാരി മാത്രം, ഫാബ്രിക്സ് അല്ല. ഫാബ്രിക്സിന് കൂടുതൽ സ്ക്രാച്ചിങ് പരിപാടി, അതായത് പ്ലെയിൻ എടുത്ത് ഹാൻഡ് വർക്ക് ചെയ്യുക, ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഔട്ട്ഫിറ്റിൽ, അതായത് ലെഹങ്ക, ഗൗൺ ഇതുപോലെയുള്ളതിൽ. പക്ഷേ സാരീസിലാണ് നമ്മൾ കൂടുതൽ. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ഫാബ്രിക് എടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്ന കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് കൂടുതൽ വർക്കൗട്ട് ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര സത്യം. അത്രയാണ്. ഇപ്പം സാരിയാണോ ലെഹങ്കയാണോ ഇപ്പം ഷാദുലിന് ഏറ്റവും ഇഷ്ടം? സാരിയാണ്. സാരി ഉടുത്തിട്ട് കാണുന്ന ഒരു വേറെ തന്നെ ഒരു രസമാണ്. ഒരു ബ്രൈഡ് ഒരുങ്ങി വരിക എന്ന് പറയുമ്പോൾ വേറെ തന്നെ രസമാണ് സാരിയിൽ. ലെഹങ്ക ഓക്കെയാണ്, അടിപൊളിയാണ്. പക്ഷെ സാരി എന്ന് പറയുമ്പോൾ നമുക്ക് കേരള ആ ഒരു ട്രഡീഷണൽ നമുക്കൊരു സാരി അടിപൊളിയല്ലേ. അത് ബിഗിനിങ് ടൈമിൽ ഒരു മിസ്റ്റേക്ക് ഒക്കെ ചെയ്തു പോയിട്ടുണ്ടാവുമല്ലോ. അത് ആ ഒരു ടൈം തൊട്ട് ഇപ്പോൾ 26 വന്ന് നിൽക്കുമ്പം അന്ന് ചെയ്ത ഒരു മിസ്റ്റേക്ക് ഇപ്പം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ തോന്നി വെച്ചാൽ ഫാബ്രിക് എടുത്തതിൽ, അതായത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളൊരു ഫോട്ടോയിൽ കാണുന്ന റെഫറൻസ് എടുത്തിട്ട് അതിന് നമ്മൾ വർക്ക് കൊടുക്കാന്നുള്ള രീതിയിൽ നമ്മളൊരു ഫാബ്രിക് എടുക്കും. പക്ഷെ അത് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇത് അതിന് പറ്റിയതല്ലെന്ന്. അപ്പം അങ്ങനെ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്തത് ഞാൻ പറഞ്ഞ ആ ഒരു കട്ടപ്പനയിലെ വെഡ്ഡിങ്ങിൻ്റെ തന്നെയാണ്. അത്രയും ആ ടൈം ഓവർ ടൈമൊക്കെ ഇട്ടിട്ടായിരുന്നു അതിൻ്റെ വർക്ക്. പക്ഷെ അത്രയും ചെയ്തിട്ടും എനിക്ക് അതിൽ വന്ന അതായത് കൂടുതൽ ആൾക്കാരും നല്ല കമൻറ്റ് ഇട്ടിട്ട് അതിൽ ചില കമൻറ്റ്സൊക്കെ വന്നായിരുന്നു, ഇതേ സെയിം സാധനം ബ്രോഡ്വേ മാർക്കറ്റ് അല്ലെങ്കിൽ ബാംഗ്ലൂരുള്ള ഇവിടെയൊക്കെ മാർക്കറ്റിൽ ചീപ്പ് റേറ്റിൽ കിട്ടും, ആ സെയിം സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഫേക്ക് അക്കൗണ്ടാണ്, ഞാൻ പറഞ്ഞില്ല, ഫേക്ക് അക്കൗണ്ട് വന്നേക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം ഇത്രയും എഫേർട്ട് ഇട്ട് നമ്മൾ സംഭവം ചെയ്തെടുത്ത് ആൾക്കാർ ഈ 100% ആൾക്കാരും 90% ആൾക്കാർ പറഞ്ഞിട്ട് ഈ 10% ആൾക്കാർ വന്ന് ബാഡ് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക, അതിനെ ഇതാക്കിയിട്ട് എന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. കാരണം ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും അടിപൊളി സംഭവം ചെയ്ത് കസ്റ്റമറും ഹാപ്പി, കണ്ട എല്ലാവരും ഹാപ്പി. ഇവർ ഈ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ബാഡ് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. എന്താണ് ഇത് സെയിം സാധനം നമുക്ക് മാർക്കറ്റിൽ കിട്ടും, ബാംഗ്ലൂരിലെ മറ്റേ എന്താ മാർക്കറ്റിൻ്റെ പേരെന്താ, എന്തോ ഒരു മാർക്കറ്റിൻ്റെ പേര്, അങ്ങനെ കുറേ കമൻറ്റ് ഉണ്ട്. അത് അങ്ങനെ കിട്ടുന്ന ഭയങ്കര കമൻറ്റ് ഇട്ടേക്കാ. അപ്പോൾ എനിക്ക് പൊളിഞ്ഞ് കയറിയത്, കൈ കിട്ടിയിട്ട് കുട്ടിക്കാൻ തോന്നിയത്. പ്രശ്നമില്ലല്ലോ, വലിയ കുഴപ്പമില്ല. ശരിക്കും അങ്ങനെ കമൻ്റൊക്കെ വരുമ്പോൾ സത്യം സീരിയസ് ആയിട്ട് കൊടുക്കാൻ തോന്നുന്നുണ്ടോ പറയട്ടെ കാര്യമില്ല. ആൾക്കാർ ഇനി പറയാം. ഇപ്പം ആ എംബ്രോയിഡറി വർക്കിൻ്റെ ആക്ച്വലി ഞാൻ പഠിച്ചിട്ടില്ല സ്റ്റൈലിംഗ് ഞാനും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല. ഫാഷൻ ഡിസൈനിങ് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ അൺഫോർച്ചുനേറ്റ് ആയിട്ട് അങ്ങനെ വന്നിട്ട് പാഷൻ ഉണ്ടാവും, പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇല്ലുസ്ട്രേഷൻ ചെയ്യും, ഫാഷൻ ഇല്ലുസ്ട്രേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്.
അപ്പോൾ ഇത് പഠിച്ചിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ കഷ്ടപ്പെട്ടതൊക്കെ ചെയ്തിട്ടൊക്കെ വരാത്ത ആൾക്കാരുണ്ട് ഇതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യം ദേഷ്യം വരും. അതിന് കുറേ കമൻറ്റ്സ് ചെയ്യാനുണ്ട്. ദാറ്റ് റെഡ് സാരിയിൽ ഒരു ഗ്രൂമും ബ്രൈഡും ചെയ്തല്ലേ, അത് ആക്ച്വലി അതാണ് ഞാൻ നേരത്തെ സ്റ്റൈലിംഗ് ചോദിക്കേണ്ടത്. കോൺസെപ്റ്റില് അത് ബാഡ് കമന്റ് ഒന്നുമില്ല മൊത്തം. അതെ, അത് ഞാൻ എടുത്തു പറയാൻ ജ്വല്ലറി കൊള്ളൂല, മേക്കപ്പ് കൊള്ളൂല, അതിന്റെ ഇത്രയും വലിയ കഥ പറയാൻ എന്തിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചല്ലേ. മീൻസ് ഫുൾ സ്ലീവ് അതല്ലേ പറഞ്ഞ. ഒയ്യോ അതില് മൊത്തം തെറിയോ. ഇതെനിക്കൊന്ന് ക്യാമറ ഓഫാക്കി പറയാൻ ചാതിരി പിന്നെ പറയുന്നു ഉണ്ടണ്ട. ചില ഔട്ട്ഫിറ്റിൽ ഷാദിൽ മാത്രമായിരിക്കുമല്ലോ അതിനകത്ത് കൈ കടത്തുക, അല്ലല്ലോ. ഗ്രൂം ഉണ്ടാവും, അവർ വീട്ടുകാരുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഈ ഫൈനൽ ഔട്ട്പുട്ട് വരാൻ നേരത്ത് എന്തെങ്കിലും പ്രശ്നം എല്ലാം നമ്മുടെ തലയിൽ. അത് വലിയ സംഭവം. അതായത് നമ്മളിപ്പോൾ ഒരു ഔട്ട്ഫിറ്റ് നമ്മളെ ഐഡിയയിൽ നമുക്ക് വിട്ട് തരുന്നല്ലോ, ഓക്കെ. അപ്പം അവര് അത് ചെയ്യ് ഇത് ചെയ്യ്, ആ ഹാൻഡ് വർക്ക് ഇങ്ങനെ കൊടുക്കുക, അവിടെ ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതെന്താ കാണിച്ചു വെച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ നോക്കിയല്ല. അത് അവരിഷ്ടത്തിനാണ് അത് ചെയ്യുന്നത്. പക്ഷെ അത് ലാസ്റ്റ് വരുമ്പോൾ നമ്മളെ തലയിലിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ബ്രൈഡ്സിന് ഇപ്പോൾ കംപ്ലീറ്റ് ഒഴിവാക്കി വെച്ചേക്കാം. അതായത് എനിക്ക് വിട്ടുതരുന്നത്, അതായത് ഇപ്പം എടുക്കുന്ന ബ്രൈഡ്സൊക്കെ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഷാദുൽ തന്നെ സ്റ്റൈൽ ചെയ്ത് എന്നെ ഡിസൈൻ ചെയ്ത് എന്താണ് എനിക്ക് ചെയ്തു തന്നത് എൻ്റെ ലുക്കിന്, അങ്ങനെ വരുന്ന ബ്രൈഡ്സിനെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. നോർമലി എനിക്കിത് വേണം, എനിക്ക് അത് ആഡ് ചെയ്യണം, ഇങ്ങനെ ആഡ് അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ ബെല്ല ബാക്ക് അടിച്ചൊരു ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും. സോറി, സീരിയസ് ആയിട്ട് അങ്ങനെ ചെയ്യാറ്. അത് ചെല്ലിങ്ങനെ ചോദിക്കലോ, ഇതെന്ത് ഇത്രയും പൈസ മുടക്കിയിട്ട് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമല്ലോ. പിന്നെ അതന്നെ ഇതിന് ഓരോന്ന് അതിലിങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. ചിലപ്പോൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയമായിരിക്കേ, വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു അതിൽ മറ്റേ അവിടെ ആ ഫ്ലവറിൻ്റെ പകരം ഇത് കൊടുക്കുക, ഞാൻ അതല്ലല്ലോ പറഞ്ഞു ഇതല്ലല്ലോ പറഞ്ഞ് അങ്ങനെ അത് ആ സ്റ്റാർട്ടിങ് ടൈമൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈം എനിക്ക് ഭയങ്കര, കാരണം ലാസ്റ്റ് ചെയ്തു വരുമ്പോൾ അവരുണ്ടാവില്ല, ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദി. അത് ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ബ്രൈഡ്സ് ഇപ്പോൾ, അതായത് ഇപ്പോൾ എനിക്ക് വരുന്ന ബ്രൈഡ്സ് എല്ലാം അങ്ങനെയാണ്. ഷാദിൽ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് എന്നെ അടിപൊളിയാക്കി തരണം, എന്താണെന്ന് വെച്ചാൽ ഷാദിൽ ചെയ്തു, കളറും ഒന്നുമില്ല, എല്ലാം ഷാദിലിന് വിട്ട് തന്നേക്കാം. അതായത് നോർമലി ഒരു ചോദിച്ചു നോക്കട്ടെ, അതായത് ഇപ്പോഴത്തെ നോർമലി ഒരു ഹിന്ദു ബ്രൈഡിൻ്റെ ഫാമിലീസ് എങ്ങനെയാണ് സാരി എടുക്കാൻ പോകുന്നത്? ഒരു ഫാമിലി ആയിട്ട് കാഞ്ചീപുരം സാരി എടുക്കണം, അമ്മ ഉണ്ടാവണം, ഇങ്ങനെ ഫാമിലി എല്ലാവരും ഉണ്ടാവണം, എന്നിട്ട് വെച്ച് നോക്കണം, അങ്ങനെയല്ലേ. പക്ഷെ എനിക്ക് വരുന്ന ബ്രൈഡ്സ് അങ്ങനെയല്ല. ഷാദിൽ എനിക്ക് ചേരുന്ന ഒരു അവർ വീട്ടുകാർ പറയും നമ്മൾ പോയിട്ട് എടുക്കണ്ടേ, അപ്പോൾ ഇവർ പറയും ഇല്ല ഷാദിൽ എടുത്താൽ മതി, ഷാദിൽ എടുക്കുന്ന സാരി എനിക്ക് മതി, അങ്ങനെ സീരിയസ് ആയിട്ട് അത് ട്രസ്റ്റ് ചെയ്ത് എല്ലാം എനിക്ക് വിട്ടു തന്നേക്കുക. അപ്പം അതുകൊണ്ട് എനിക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവരെടുക്കുമ്പോൾ ചിലപ്പോൾ ലോക്കൽ സാരി ആയിരിക്കും. ലോക്കൽ സാരി മീൻസ് പഴയ ടൈപ്പ് ഓഫ് സാരി, കാരണം പഴയ ആൾക്കാരുടെ ടേസ്റ്റ് അങ്ങനെയാണല്ലോ, നോർമൽ ആ ട്രഡീഷൻ അതുണ്ടാവും, ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവും. അവരെല്ലാം മൊത്തത്തിൽ ആ ഒരു ടേസ്റ്റുള്ള സാധനങ്ങളെ എടുക്കും. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് അവരെടുക്കത്തില്ല. അപ്പം നമുക്ക് അതിലെന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല, എത്ര ചെയ്ത് കഴിഞ്ഞാലും മെനയാക്കി എടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഇപ്പം എനിക്ക് ചില ആ ഒരു വീഡിയോ കാണുമ്പോഴും ഇപ്പോഴത്തെ പുതിയ ഞാൻ ചെയ്ത വീഡിയോ ആണ് ബ്രൈഡ് കൂടുതലും ഞാൻ തന്നെ എടുത്തു മതി ചെയ്താൽ മതി എന്നുള്ള രീതിയാണ്. ഇപ്പം ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏത് ഫാബ്രിക്കാണ് ശരിക്കും ഏറ്റവും നല്ലത്, അങ്ങനെ ഉണ്ടാവുമല്ലോ? അങ്ങനെ ഉണ്ടോ? ഇല്ലില്ല, അങ്ങനെയില്ല. ചില ഫാബ്രിക് ഇപ്പോൾ ഞാൻ പറയാം ടെസർ, ഐ മീൻ ലോങ് ലാസ്റ്റിംഗ് ചെയ്യാനൊക്കെ ഇപ്പം നമ്മൾ ഇത്രയും എക്സ്പെൻസ് ഒക്കെ ചെയ്ത് ഇത്രയും ടൈമൊക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ആകുമ്പം ആ ഫാബ്രിക് ഇത്ര നല്ല ഫാബ്രിക് ആയ എത്ര നാൾ ലാസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പം കാഞ്ചീപുരത്തിലാണ് മോസ്റ്റ്ലി സാരീസിൻ്റെ ചെയ്യാറുണ്ടല്ലോ. അപ്പം ഏത് ഫാബ്രിക്കാണ് ഷാദിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഏത് ഫാബ്രിക് ആയിരിക്കും? ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് കാഞ്ചീപുരം, അതായത് ഈ ട്രഡീഷണൽ ലുക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കത്താൻ സിൽക്ക് അങ്ങനത്തെയൊക്കെ പ്രിഫർ ചെയ്യാറ്. നോർമൽ പ്യുവർ കാഞ്ചീപുരം, കാരണം പ്യുവർ കാഞ്ചീപുരം ഏറ്റവും എക്സ്പെൻസീവ്, പക്ഷേ ഏറ്റവും ലാസ്റ്റ് ചെയ്യാത്ത സാധനം അതാ. നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഇത്രയും മാസം നമ്മൾ ഷെൽഫിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ 4 സൈഡും കരയിലൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതുപോലെ കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് പ്യുവർലി. നേരെ മറിച്ച് നമ്മൾ അതിൻ്റെ സെമി എടുത്ത് നോക്കിയേ, അതിനേക്കാളും ലാസ്റ്റ് ചെയ്യും, നല്ല ലാസ്റ്റ് ചെയ്യും. പക്ഷെ അതായത് എക്സ്പെൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ക്വാളിറ്റി കൂടുക എന്നുള്ള ഒരു സംഭവമില്ല. നമ്മൾ എടുക്കുന്ന ഫാബ്രിക് എന്താ പറയുക, ചിലപ്പോൾ ചീപ്പ് റേറ്റുള്ള സാധനം ഭയങ്കര ലാസ്റ്റ് ചെയ്യും, അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഫാബ്രിക്കിൽ ഒരിക്കലും അതിനെ വിലയിരുത്താൻ പറ്റത്തില്ല. ഇതിപ്പോൾ സാരി ഫോൾഡിങ് പരിപാടി ഉണ്ടല്ലോ, അത് നമ്മൾ സ്റ്റാർച്ച് ചെയ്യുന്നത് അത് സോഫ്റ്റ് ആക്കുക. അത് നമ്മൾ അന്നത്തെ ദിവസം ഡ്രൈപ്പ് ചെയ്യുമ്പോൾ ഒക്കെ കുറച്ചും കൂടി ഒരു ഡ്രൈപ്പ് ചെയ്ത് നല്ല ഭംഗിയിൽ കിടക്കും. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയി നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിടക്കും കാഞ്ചീപുരം സാരി. ഇപ്പം സാരിയിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നോണ്ടിരിക്കും. അപ്പോൾ ഈ സാരി ഡ്രൈപ്പിങ്ങിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണല്ലോ. കാരണം സ്റ്റൈലിംഗ് വരുമ്പോൾ
ഇത്രയും എക്സ്പെൻസ്, ഇത്രയും ഓവറോൾ എല്ലാം അടിപൊളിയായിട്ട് സാരി ഡ്രേപ്പിംഗ് അടിപൊളി അല്ലെങ്കിൽ തീർന്നു അവിടെ. തീർന്നു. അതെ, സാരി ഡ്രേപ്പിങ്ങും ഈ ഒരു സ്റ്റൈലിങ്ങും എങ്ങനെയാണ് ഷാദുൽ എങ്ങനെയാ അതിന്? ഞാൻ ഫസ്റ്റ്, അതായത് ഞാൻ ബ്രൈഡിനെ ഫസ്റ്റ്, ഇപ്പോൾ ചില എന്നെ ബ്രൈഡ് ബുക്ക് ചെയ്യുന്നത് മേക്കപ്പ് ഞാൻ എൻ്റെ ടീം സർക്കിളിലുള്ള ആളെ കൊടുക്കും, അവർക്ക് ഓക്കെ ആകുന്ന ആളെ ഞാൻ ബുക്ക് ചെയ്യും. പിന്നെ അതുപോലെ സാരി ഡ്രേപ്പിസ്റ്റ് തന്നെ എനിക്ക് ഓക്കെ ആകുന്ന ആൾക്കാരെ കുറച്ചാളെ റെഫർ ചെയ്തിട്ട് അതിൽ ബ്രൈഡ് ബുക്ക് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് പുറത്തുനിന്ന് അവരെന്നെ ഇപ്പോൾ ചിലപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ചില പുറത്തുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അവർ ബുക്ക് ചെയ്ത് ഓൾറെഡി പോയിട്ടുണ്ടെങ്കിൽ അവർ കൂടെ സാരി ഡ്രേപ്പിസ്റ്റ് ഉണ്ടെന്ന് അവർ പറയും. പക്ഷെ ഞാൻ അവരെ പേജ് അയപ്പിച്ചിട്ട് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യിപ്പിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലുക്കല്ലേ മെയിൻ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവർ ജോബ് കളയുന്നതല്ല, വർക്ക് കളയുന്നതല്ല, മീൻസ് നമുക്ക് നമ്മളെ അടിപൊളിയിൽ ഇറക്കണം, അതാണ് മെയിൻ ലക്ഷ്യം. സാരി ഡ്രേപ്പിംഗ് ആരുടെ കൂടെയാണ് ഷാദുൽ ഏറ്റവും അധികം വർക്ക് ചെയ്തിരിക്കുന്ന? ആരുടെയൊക്കെ കൂടി? KP, മിറ, പിന്നെ ക്ലെയറിനറിയായിരിക്കില്ലേ? ക്ലെയറിനറിയില്ല, മറ്റേ ഇപ്പം അംബാനിയുടെ ചെയ്ത. കേരളത്തിൽ നിന്നാണോ ഇൻ്റർനാഷണൽ ക്ലയൻസ് ആണോ? ആരാണ് ഏറ്റവും കൂടുതൽ ഷാദുലിനെ കോൺടാക്ട് ചെയ്യുന്നത്? എനിക്കല്ല, ഇൻ്റർനാഷണൽ എല്ലാം പുറത്തുള്ള ക്ലയൻസ്. നാട്ടിൽ കേരളത്തിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പോൾ കൂടുതലും എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അവർക്കാണ് കൂടുതൽ കംഫർട്ടബിൾ. കാരണം അവർക്കാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. കാരണം അവർക്ക് ഒരു ഐഡിയ ഇല്ല, അവർക്ക് വർക്കിൽ സ്ട്രെസ്സാണ്, എല്ലാ കാര്യത്തിലും സ്ട്രെസ്സാണ്. അപ്പോൾ അവർക്ക് അവരെ ലുക്ക് അടിപൊളി, വെഡ്ഡിങ് ഡേക്ക് അടിപൊളി ലുക്കാൻ ഒരു 3 days മുന്നേ ഒക്കെ അവർ വെഡ്ഡിങ് നാട്ടിലേക്ക് വരിക. അപ്പോൾ മൊത്തത്തിൽ എന്നെ അങ്ങ് ഏൽപ്പിക്കും. ഫുൾ ഓൺലൈൻ ത്രൂ മെഷർമെൻറ്റ്സ് ആയാലും എല്ലാം. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ എൻ്റെ വീഡിയോ എത്തണം എന്ന് തോന്നുന്നത്. എനിക്ക് അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരുടെ നിന്ന് കോൾസ് വരുന്നത് കുറവാണെന്നാണോ പറയുന്നത്? ഇവിടെ ഡയറക്റ്റ് വീഡിയോ ഉള്ള ആൾക്കാർക്ക് കുറവാണ്, എല്ലാം പുറത്തുള്ള കൂടുതൽ വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഇത്രയും ഒരു ഓൺലൈനിൽ മാത്രം ഇത് കൺസൾട്ട് ചെയ്തിട്ട് ആ ഒരു ടൈം, എനിക്കൊന്ന് ആ വെഡിങ് ഡേയുടെ ടൈമിലായിരിക്കും അവർ വന്നിട്ട് ഈ ഔട്ട്ഫിറ്റ് കാണുന്നത്. സത്യം. അവർ അന്നത്തെ വെഡ്ഡിങ്ങിൻ്റെ അന്ന് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കാണുന്നത് അന്നത്തെ ദിവസം. അതായത് ട്രയലിന് കൂടി വരത്തില്ല, ചില അപൂർവ ആൾക്കാർ മാത്രമേ ട്രയലിന് വരും. അല്ലെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം കൊണ്ടുപോവാം, വെഡ്ഡിങ് സ്റ്റൈലിങ്ങിൻ്റെ അന്ന് രാവിലെ കൊണ്ടുപോകും. അപ്പോഴാണ് ഔട്ട്ഫിറ്റ് മൊത്തം കാണുന്നത്. അയ്യോ, അത് ഭയങ്കര, അത് ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു മൊമെന്റ് നല്ല ടെൻഷൻ ഉണ്ടാവും, എന്തെങ്കിലും ഓൾട്രേഷൻ വരുമോ ഇതാവോ. പക്ഷെ ഇതുവരെ ആയിട്ട് അങ്ങനെ ഓൾട്രേഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ലേഡീസിൻ്റെ അതല്ല, അതായത് പെട്ടെന്ന് ബോഡി ചേഞ്ചസ് വ്യത്യാസം വരും, നിങ്ങളെ പീരീഡ്സിൻ്റെ ഇതനുസരിച്ചിട്ട് മാറുമല്ലോ. ചിലപ്പം തടിക്കാം, ചിലപ്പം ഇല്ല, ചെറിയൊരു അത് നമ്മുടെ സ്ലീവോ ഇവിടെയോ അങ്ങനെ എന്തെങ്കിലും വരത്തുള്ളൂ. കൂടുതൽ വലിയ പ്രശ്നങ്ങൾ വരത്തില്ല, അത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ കാണുന്ന റെസ്പോണ്ട് അവർ വരുമ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ എന്തായാലും വരുമ്പോൾ, അല്ലേ? ശരി, നല്ല അടിപൊളിയല്ല ആ ഒരു ഫീലിംഗ്. പിന്നെ ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ. ഇപ്പം ലീനായിട്ട് ആൾക്കാർ ബ്രൈഡ്സ് വരാറുണ്ടാവും, ചബ്ബി ആയിട്ടുള്ള ആൾക്കാർ വരാറുണ്ടാവും, ചിലർ ഹെവി വർക്ക് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം അങ്ങനെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടില്ലേ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഡിസൈൻസ് ആയിരിക്കും ഷാദുൽ ഓപ്റ്റ് ചെയ്യുക? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ക്ലയൻറ്റിനോട് ഫസ്റ്റ് ഫോട്ടോ അയക്കാനാണ് പറയുക. അപ്പോൾ അവരെ ബോഡി ഫിഗറും അവരെ കളർ ടോൺ അനുസരിച്ചിട്ടാണ് ഞാൻ ഔട്ട്ഫിറ്റ് ഓൾമോസ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹൈറ്റ് ഷോർട്ടുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബോർഡേഴ്സ്, അതായത് ലെഹങ്ക ആയാലും സാരിയിലായാലും ബോർഡേഴ്സിൻ്റെ വിഡ്ത്ത് കുറച്ചിട്ടുള്ളത് ചെയ്യണം. അല്ലെങ്കിൽ സ്ട്രൈപ്പ് ലൈൻസ് കൂടുതൽ വർക്ക് അങ്ങനെ വരുന്നത് കൂടുതൽ പ്രിഫർ ചെയ്താൽ അവർക്ക് ഒന്നുകൂടി ഹൈറ്റ് തോന്നിക്കാനും പിന്നെ സ്ലിമ്മായി തോന്നിക്കാനും രസമായിരിക്കും. എസ്പെഷ്യലി വണ്ണുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഇച്ചിരി എന്താ പറയുക, ലൈൻസ് ഫാബ്രിക്കൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എന്താ പറയുക, നമുക്ക് ഹൈറ്റൊക്കെ തോന്നിക്കാനും സ്ലിമ്മായിട്ടൊക്കെ അതിനൊക്കെ നിൽക്കും. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം അതുപോലെ, അതായത് കുറച്ചും കൂടി ഒരു ചബ്ബിയായിട്ട് കുറച്ചൊരു ഡസ്കി ടോണിലവരെ സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരെ സ്റ്റൈൽ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി ഭംഗി, നോർമലി കാണുന്നതിനേക്കാളും അവരെ സ്റ്റൈൽ ചെയ്തിട്ട് പ്രത്യേകത രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഷാദുലിനെ വിളിക്കാൻ നേരത്ത് ഞാൻ നോക്കിയപ്പോൾ എവിടെ ഷാദുലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇല്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഷാദുൽ അങ്ങനെ വേറൊരു ക്യാമറയുടെ മുന്നിൽ ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് ഷാദുലാണ് നെക്സ്റ്റ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു. ഷാദുലാണ്, ഓക്കെ നൈസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പം ഷാദുലേക്ക് ചുമ്മാ നോക്കി പറയുന്നത് അല്ല, റിയാലിറ്റി അത് തന്നെയാണ്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഷാദുൽ. നമുക്ക് കുറച്ച് നേരം ഈ ഭയങ്കര ബിസിയാണെന്ന് എനിക്കറിയാം, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് നേരം ടൈം തന്നതിലും താങ്ക് യു സോ മച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക് യു, അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഇൻ്റർവ്യൂ വന്നപ്പോഴായാലും തൻ്റെ കോൾ വന്നപ്പോൾ എനിക്ക് വേറെ തന്നെ ഒരു ഫീൽ ചെയ്തു. കാരണം നോർമലി സംസാരിക്കുന്നത് തന്നെ ഫസ്റ്റ് ഫ്രണ്ട്ലി
എന്നെ കംഫർട്ടബിൾ ആയിട്ടാണ് അതെല്ലാം. അതുകൊണ്ട് പിന്നെ ഞാൻ മെയിനായിട്ട് എടുത്തത്. ഫസ്റ്റ് വിളിച്ചവരൊക്കെ എനിക്ക് അത്ര വലിയ ഓക്കെ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് മാത്രം സീരിയസ് ആയിട്ട് അടിപൊളി. അതുകൊണ്ട് മാത്രം ഞാൻ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വരുമായിരിക്കും. ഇനി ഇതേപോലത്തെ ഒരുപാട് സെക്ഷൻസ് എനിക്ക് കാണാൻ പറ്റും തോന്നുന്നു. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് വർക്ക്സ് ഒക്കെ വരട്ടെ, നമ്മളും കാണട്ടെ, ഇൻസ്പയർ ആവുന്ന ഒരുപാട് വർക്ക്സുകളും ക്ലയൻസും വരട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്.